കുറച്ചുകൂടി ചെല്ലുമ്പോൾ ചില വലിയ കെട്ടിടങ്ങൾ കാണുന്നു. മധ്യ നോർവേയിലെ ട്രോണ്ടേലാഗ് എന്ന പ്രദേശത്തെ 1950കളിലെ കാർഷിക ജീവിതത്തിന്റെ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അക്കാലമാവുമ്പോഴേക്കും വീടുകളുടെയും സ്റ്റോർ ഹൗസുകളുടെയും എല്ലാം രൂപം ഏറെ മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് കർഷകർ താമസിച്ചിരുന്ന വീടിന്റെ കാഴ്ചകളാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഏതാണ്ടൊരു ഫ്യൂഡൽ സ്വഭാവമുള്ള സൗകര്യങ്ങൾ. പട്ടണത്തിലല്ല, ഗ്രാമത്തിലെ ജീവിത സൗകര്യങ്ങളാണിത്. വിശാലമായ മുറികൾ, സമ്പന്നവും പ്രൗഢവുമായ സജ്ജീകരണങ്ങൾ. കർഷകർ തന്നെ തടിയറത്ത് വീടുകൾ നിർമ്മിച്ചിരുന്ന 17ാം നൂറ്റാണ്ടിൽ നിന്നും വിദഗ്ധ തൊഴിലാളികൾ വീടും ഫർണിച്ചറുകളും ഉണ്ടാക്കുന്ന 20ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിലേക്കുള്ള പരിവർത്തന സാക്ഷ്യം കൂടി ഇതിലുണ്ട്. റേഡിയോ, വാഷിംഗ് മെഷീൻ തുടങ്ങി 50കളിൽ യൂറോപ്പിന്റെ ആഡംബര ജീവിതത്തിന്റെ ഭാഗമായിരുന്ന സകലതും ഈ കർഷക ഭവനങ്ങളിലും എത്തിയിരുന്നു. 50കളിൽ കൃഷിയിടത്തോട് ചേർന്നുണ്ടായിരുന്ന ധാന്യപ്പുരയാണ് ഇക്കാണുന്നത്. യന്ത്രവൽകൃത കൃഷിരീതികൾ വ്യാപകമായതോടെ വൻതോതിൽ ധാന്യം സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. ചെറുകിട കർഷകർ കൃഷിഭൂമി ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയ കാലമായിരുന്നതിനാൽ സമ്പന്ന കർഷകർ തങ്ങളുടെ ഭൂവിസ്തൃതി വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത്. ഉസ്മാൻ പ്ലാസ് എന്നറിയപ്പെടുന്ന കെട്ടിടങ്ങളാണ് കുന്നിൻ മുകളിൽ കാണുന്നത്. ഉസ്മാൻ എന്നാൽ പാട്ടക്കാരൻ. 19ാം നൂറ്റാണ്ട് മുതൽ തന്നെ നോർവേയുടെ പല ഗ്രാമങ്ങളിലും പാട്ടകൃഷി നടന്നിരുന്നു. ഓസ്റ്റർഡാലൻ എന്ന പ്രദേശത്തെ കർഷക വീടുകളാണ് ഇവിടെ കാണുന്നത്.